ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫിഷ് പൊള്ളിച്ചതിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് സവാളയും ഇഞ്ചി ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം. അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടെ ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ പക്ഷേ ഇഞ്ചി മാത്രമേ എടുക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് തക്കാളിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു പാനോ ഒരു ചട്ടിയോ എന്തെങ്കിലും എടുത്തിട്ട് അതിനകത്തോട്ട് ഓയിൽ ഒഴിച്ച് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ബേസിക് മസാല ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ കിളിമീനാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ സവാള ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. സവാളയും ഇഞ്ചിയും ഇട്ട് വാട്ടിയെടുക്കാം. അതിനുശേഷം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് അതും ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്, പിന്നെ നമ്മൾ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ആയാലും ചേർത്ത് കൊടുത്താൽ മതിയാവും. ടേസ്റ്റിനൊന്നും ഒരു കുറവും വരില്ല. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷനിലാണ്. പക്ഷെ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഒരു വാഴയില എടുത്ത് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി അതൊന്ന് നന്നായിട്ട് മുറിച്ചൊന്ന് വാട്ടിയെടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് വാട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും പൊതിയാൻ നല്ല എളുപ്പം. അതിനുശേഷം വാഴനാരും കൂടെ കട്ട് ചെയ്തെടുക്കാം പൊതിയാനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊതിഞ്ഞെടുത്താൽ മാത്രം മതിയാവും. എന്നിട്ട് നമ്മൾ വാഴയില എടുത്ത് വെച്ചത് നമുക്ക് പൊതിയാം. ആദ്യം തന്നെ നമ്മൾ മസാലയാണ് അതിനകത്തോട് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് മസാല ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കിളിമീൻ ഫ്രൈയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള മസാലയും കൂടെ വെച്ച് നന്നായിട്ട് പൊതിഞ്ഞ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന വെജിറ്റബിൾസും കൂടെ അതിനകത്തോട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തക്കാളി, സവാളയാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ലെമണും കൂടെ ചേർക്കാം. അവസാനം നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ നമ്മൾ എടുക്കുന്നില്ല. എന്നിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. എന്നിട്ട് വാഴനാര് വെച്ച് നന്നായിട്ട് കെട്ടി സെക്യൂർ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കെട്ടണം, അല്ലെങ്കിൽ നമ്മളിത് പൊള്ളിക്കാൻ നേരത്ത് മസാല പുറത്താൻ സാധ്യതയുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തവയിൽ വെച്ചോ പാനിൽ വെച്ചോ നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഫിഷ് പൊള്ളിച്ച റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫിഷ് പൊള്ളിച്ചതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.